ചുഴലിക്കാറ്റ് തകർത്ത ചെടി വീണ്ടും വളരുമോ? നോക്കാം. മണ്ണൊക്കെ നന്നായി കിളച്ചു മറിച്ച് ഉചിതമായ വളവും ചേർത്താണ് അയാൾ ഒരു അപൂർവ വിത്ത് വീടിന് മുൻഭാഗത്ത് പാകിയത്. ഏതോ വിദേശ രാജ്യത്തുള്ള വിത്താണത്രേ. അതിന്റെ കായകൾ ഏറെ രുചിയുള്ളതും വിഭവസമൃദ്ധവുമാണ് പോലും. കേട്ടപ്പോൾ അയാൾക്കൊരു വാശി, ഒന്ന് നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ഈ ഉദ്യമത്തിന് അയാൾ മുന്നിട്ടിറങ്ങിയത്. വൻവൃക്ഷങ്ങളുടെ സാന്നിധ്യവും അഴുക്കുചാലിന്റെ സമ്പർക്കവും തീരെ ഇല്ലാത്ത ഇടത്തിലാണ് അയാൾ വിത്ത് പാകിയത്. ചെറുതൈകളുടെ തണലും ആവശ്യത്തിനുണ്ട്. നടുമ്പോൾ പലരും കളിയാക്കി, അതിവിടെ വളരില്ലെന്നും വിഡ്ഢിവേഷം കെട്ടുണ്ടെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അയാൾ അതൊന്നും കാര്യമായി എടുത്തില്ല. ഒരു പരീക്ഷണം, അതിലെന്താണ് തെറ്റ്? അങ്ങനെയേ അയാൾ ചിന്തിച്ചുള്ളൂ. 2-3 മാസം പിന്നിട്ടു. അപ്പോഴേക്കും വിത്ത് മുളച്ച് ഒരാൾ പൊക്കത്തിൽ വളർന്നു. കായ്പിന്റെ ലക്ഷണം നൽകിക്കൊണ്ട് പൂക്കളും വിരിഞ്ഞു. അപ്പോഴും ആളുകൾ പരിഹസിച്ചും, പൊട്ടൻ, ഏതോ നാട്ടിലെ വിത്തും കൊണ്ട് കളിക്കണം, വേറെ പണിയൊന്നില്ലാലോ. പെട്ടെന്നാണ് ഒരു ചുഴലിക്കാറ്റ് പരിസരമാകെ വീശിയടിച്ചത്. വളരെ ദൂരത്തുള്ള ഒരു മരത്തിന്റെ കട്ടിയുള്ള ഒരു കമ്പും ആഞ്ഞു വീശി ചെടിയുടെ മേലെ വീണു. അയാളുടെ മനസ്സ് വല്ലാതെ പൊള്ളി. അപ്പോഴാണ് കണ്ടു നിന്ന ഒരാളുടെ പ്രതികരണം. എന്തായി, ചെടി പോയില്ലേ? അതാണ് പറഞ്ഞ്, ഈ നാട്ടില് അത് വളരില്ലാന്ന്. കാറ്റിന്റെ ദുരിതത്തേക്കാൾ കണ്ടുനിന്നവന്റെ പരിഹാസമാണ് അയാളെ കൂടുതൽ പൊള്ളിച്ചത്. എങ്കിലും സംയമനം പാലിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് അയാൾ പയ്യെ പയ്യെ ചുവടുകൾ വെച്ചു. മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് ചെടിയുടെ മുൻഭാഗം നന്നായി അരിഞ്ഞു മാറ്റി. പിന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുറിച്ച ഭാഗം പൊതിഞ്ഞു കിട്ടി. മാസങ്ങൾ പിന്നിട്ടപ്പോൾ ചെടിയുടെ കീഴ്ഭാഗത്ത് മുളയിട്ട തണ്ടുകൾ മെല്ലെ മെല്ലെ വലുതായി കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ കായകൾ വലുതായി പാകമായി. പരീക്ഷണം എന്ന നിലയ്ക്ക് അയാൾ ഒരെണ്ണം എടുത്ത് രുചിച്ചു നോക്കി. ഹായ്, അപാര രുചി! അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ ഉച്ചത്തിൽ വിളിച്ചു കൂവി, ചേട്ടന്മാരെ, ചേട്ടന്മാരെ, നമ്മളെ വിദേശ ചെടിയിൽ കായുണ്ടായി, അതിന് നല്ല രസം, വാ വാ, വേഗം വാ. കേട്ടവർ ഓടി വന്ന് ചുറ്റിലും നോക്കി. കായ ഒന്നൊന്നായി പറിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ തടഞ്ഞു. എന്നിട്ട് കയ്യിലുള്ള പഴത്തിന്റെ കഷണം രുചി നോക്കാനായി ഓരോരുത്തർക്കും കൊടുത്തു. തിന്നവരെല്ലാവരും അയാളെ കയ്യടിച്ച് അഭിനന്ദിച്ചു. നിന്നെപ്പോലത്തെ മിടുക്കന്മാരാണ് ഇവിടെ വേണ്ടതെന്നും ആവർത്തിച്ച് പറയുകയും ചെയ്തു. അയാൾ ചിരിച്ചു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഓ, പരിഹസിച്ചും നിരുത്സാഹപ്പെടുത്തിയും നടന്നവർക്ക് റിസൾട്ട് അനുകൂലമായി വന്നപ്പോൾ വല്ലാത്ത ഹരം, അഭിനന്ദനങ്ങൾ. ഏത് പ്രവർത്തിക്കും തുടക്കത്തിൽ പ്രോത്സാഹനം കിട്ടിയെന്ന് വരില്ല. പരിഹാസവും കുറ്റപ്പെടുത്തലും ആവോളം ലഭിച്ചെന്നും ഇരിക്കും. ദുർബലരായ ആളുകൾ അത് കേട്ട് പിന്തിരിയും. എന്നാൽ ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും ഉള്ളവർ മുന്നോട്ടു പോകും. ഇപ്രകാരം വിപരീത സാഹചര്യങ്ങളെ മറികടക്കുന്നവരെയാണ് വിജയം കാത്തിരിക്കുന്നത്.